കായംകുളം KSRTC ബസ് സ്റ്റേഷനിൽ യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാൻ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കുറഞ്ഞത് 3 വർഷമെങ്കിലും നിർമ്മാണത്തിനായി വേണ്ടിവരും. അതുവരെ പൊതുജനങ്ങൾക്ക് ബസ് കാത്തു നിൽക്കാൻ സംവിധാനമൊരുക്കണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ. ഹാരിസ് പറഞ്ഞു. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാൻ താൽക്കാലിക സംവിധാനമൊരുക്കണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 6 മാസം മുൻപാണ് ബസ് സ്റ്റേഷനിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. അന്നു മുതൽ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നതിനായി വെയിലും മഴയും മഞ്ഞുമേറ്റ് കാത്തു നിൽക്കുകയാണ് യാത്രക്കാർ. താൽക്കാലിക വെയിറ്റിംഗ് ഷെഡോ മറ്റോ നിർമ്മിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ അധികൃതർ പരിഹരിക്കണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ. ഹാരിസ് പറഞ്ഞു. ട്രാൻസ്പോർട്ട് ഡിപ്പോയുടെ പൊളിച്ചു കളഞ്ഞ ബിൽഡിങ്ങിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതിന് പുനരുദ്ധാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുതിയ പ്രോജക്റ്റ് KSRTCക്ക് ഉണ്ടതായി MLA പറയുന്നുണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ ഒരു 5-6 മാസക്കാലമായി ഇവിടെ പൊളിച്ചു കളഞ്ഞ ബിൽഡിങ്ങിൻ്റെ പകരം ജനങ്ങൾക്ക് വെയിലത്തും മഴയത്തും വന്ന് വെയിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അത് എത്രയും വേഗം കായംകുളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഒരു ഷെഡെങ്കിലും നിർമ്മിച്ച് യാത്രക്കാർക്ക് വെയിൽ കൊള്ളാതെയും മഴ അനയാതെയും കയറി നിൽക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് സോഷ്യൽ ഫോറം പറയുന്നത്. നമുക്കറിയാം, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ് കായംകുളത്തിൻ്റേത്. 947 ലാൻഡ് അക്വിസിഷൻ നടത്തി 956 കായംകുളത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പണിയുണ്ടായി. എന്നാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പൊളിച്ച് ഇപ്പോൾ താൽക്കാലികമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ആ ഗ്രൗണ്ടിൽ 100 കണക്കിന് യാത്രക്കാർ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, കുട്ടികൾ, ഉദ്യോഗസ്ഥന്മാരടക്കം 100 കണക്കിന് യാത്രക്കാർ അതിരാവിലെ മുതൽ രാത്രി വരെ അവിടെ പകലും രാത്രിയും വെയിൽ കൊണ്ടും മഞ്ഞുകൊണ്ടും മഴ കൊണ്ടും ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ബസ് കാത്തു നിൽക്കുന്നതിന് ബസ് വരാൻ താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കടകളുടെ തിണ്ണയിലും അതുപോലെ സിവിൽ സ്റ്റേഷൻ്റെ തിണ്ണയിലും ഒക്കെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എത്രയും വേഗം താൽക്കാലികമായി ഷെഡ് നിർമ്മിച്ച് യാത്രക്കാർക്കുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് സോഷ്യൽ ഫോറത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. CDNet ന്യൂസ്, കായംകുളം.